السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وضرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله مولانا العلي العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷൻ മുബശ്ശിർ തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന നേതാക്കന്മാരായ ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ തന്നെ CJSK തങ്ങൾ, റഹ്മത്തുള്ള ഖാസിമി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, നാസർ ഫൈദി കൂടത്തായി, സത്താർ പന്തല്ലൂർ തുടങ്ങി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരായ നേതാക്കന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സമ്മേളിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും പ്രവർത്തകർ, നേതാക്കന്മാർ, അനുഭാവികൾ, ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. 2-3 ദിവസങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ പ്രവർത്തന രീതിയൊക്കെ ഈ 90 ചില്ലാനം വർഷത്തെ പ്രവർത്തനങ്ങൾ കണ്ട് ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗങ്ങളും അത് മനസ്സിലാക്കിയതാണ്, അത് തിരിച്ചറിഞ്ഞതുമാണ്. അതുകൊണ്ടിട്ടാണ് പല സ്ഥലങ്ങളിലും ഒരു സമ്മേളനത്തിന് വേണ്ടി അനുമതി കൊടുക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മേളനത്തിന് ഒരു അനുമതി ചോദിച്ചാൽ ബന്ധപ്പെട്ടതായ അതിൻ്റെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും മറ്റൊക്കെ അനുമതി തന്ന ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. കാരണം എന്താ, ഈ പ്രസ്ഥാനം, ഈ 92 വർഷക്കാലത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം വിശുദ്ധമാവുന്ന ദീനിൻ്റെ പ്രവർത്തനം, വിശുദ്ധ ദീനിൻ്റെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ ഒരാൾക്കും ഒരു നിലക്കും എന്തെങ്കിലും ഒരു ആക്ഷേപിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു സംഗതിയും ഉണ്ടാവാൻ പാടുള്ളതല്ല. അതാണ് ദീനിൻ്റെ പ്രവർത്തനം. അതുകൊണ്ടാണ് ആര് എവിടെ എപ്പോഴ് നമ്മളെ സമ്മേളനം മുടക്കാൻ വേണ്ടി ആര് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്രമങ്ങളൊന്നും ഇതുവരെ എവിടെയും വിജയിച്ചിട്ടില്ല. അത് മാത്രമല്ല, സമ്മേളനം മുടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അതൊരു മാന്യത ഉള്ള ഒരു പരിപാടിയല്ല. ഏത് സംഘടനകളാണെങ്കിലും ഏത് സംഘടനകളും ആ സംഘടനകൾക്കുള്ളതായ മാന്യത പാലിക്കണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം. അത് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇവിടെ സ്ഥാപിച്ചൊരു സംഘടനയായതുകൊണ്ട് അത് എപ്പോഴും ആ വിശുദ്ധി നിലനിർത്തിയിട്ട് മാത്രമേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഇതേവരെയുള്ള കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു സാധാരണ സംഘടനയല്ല, എന്തെങ്കിലും ഭൗതികമാവുന്ന താല്പര്യത്തിന് വേണ്ടി ഇവിടെ തട്ടിക്കൂട്ടിയതുമല്ല.
ഇത് വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീനിനെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംരക്ഷിക്കപ്പെടണം. ആ ദീനിൻ്റെ ശരിയായ ആശയങ്ങളിൽ ഒരു നിലക്കും ഒരാളെയും വെള്ളം ചേർക്കാൻ അനുവദിക്കുന്നതല്ല. ആ നിലക്ക് ഈ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, ഇത് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കാനുള്ളതായ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധമായ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചു. ഈ ദീനിൻ്റെ സംരക്ഷണം, അത് ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്നതായ സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ സംവിധാനത്തിൽപ്പെട്ടതായ ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നത്. ദീനിൻ്റെ സംരക്ഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സംവിധാനം, ആ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സമ്മേളനങ്ങളൊന്നും ആര് ഏത് നിലക്ക് അതിനെ മുടക്കാൻ വേണ്ടി ശ്രമിച്ചാലും മഹാന്മാരാവും. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞങ്ങളാരുമല്ല ഈ സംഘടന നയിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ മഹത്തുക്കളാവുന്നതായ വലിയൊരു വ്യൂഹം മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ സംഘടനൻ്റെ പ്രവർത്തനങ്ങൾ ഒരാൾക്കും ഒരു കാലത്തും അത് ഇല്ലാതെയാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ഇതിൻ്റെ പിന്നിൽ മഹത്തുക്കളായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവരാണ് ഈ സംഘടനയെ അവർ നയിക്കുന്നവർ. കാരണം ചില്ലറക്കാരല്ല ഈ സംഘടനയ്ക്ക് ഇവിടെ നേതൃത്വം നൽകിയവർ. ഈ മഹത്താവുന്ന സംഘടനയെ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചവരൊക്കെ വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലുള്ള മഹത്തുക്കളാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, ഖുതുബീങ്ങളിൽപ്പെട്ടതായ വലിയ മഹാന്മാരാണ് ഈ സംഘടനയ്ക്ക് അതിനിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്, അതിനിവിടെ ശില നൽകിയവർ. നമ്മളെ കയ്യിൽ ഈ സംഘടനയെ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്യത്ത് ഉസ്താദിനെ പോലെയുള്ളതായ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ഇങ്ങനത്തെ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അപ്പോൾ അവർക്കുള്ള ഒരു മദത്, അവർക്കുള്ളതായ സഹായം, അവരെ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം അവർക്കുള്ള പവറുകൾ കൂടുന്ന, വളരെ ശക്തമായിട്ടായിരിക്കും അവർക്കുള്ള പവറുകൾ. അപ്പോൾ ഇതുപോലുള്ളതായ കാര്യങ്ങളിൽ അവർ ഇടപെട്ടുകൊണ്ടിട്ട് അവർ സംസാരിക്കുന്നു. അവർ വേണ്ടതായ അതിൻ്റെ സഹായങ്ങളും ഒക്കെ അവർ എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കും, നിർദ്ദേശങ്ങൾ അവർ നൽകിക്കൊണ്ടേയിരിക്കും. അവർ സ്ഥാപിച്ചതായ സംഘടന, ആ സംഘടനൻ്റെ പിന്നിൽ അവർ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ, ഇന്ന നബിയ്യന വസായിറൽ അംബിയാ ഉദിന ലഹും ലിൽ ഖുറൂജി മിൻ ഖുബൂരിഹിം ബഅദമാ ഖുബിലത്ത് അർവാഹുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റുള്ള എല്ലാ അംബിയാക്കന്മാരും അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതം കൊടുത്തു, ലിൽ ഖുറൂജി മിൻ ഖുബൂരിഹിം ബഅദമാ ഖുബിലത്ത് അർവാഹുഹും. അവർ മരണപ്പെട്ടതിൻ്റെ ശേഷം അവർക്ക് ഖബറിൽ നിന്ന് പുറപ്പെടാൻ അല്ലാഹു സമ്മതം കൊടുത്തു. വതസറുഫി ഫിൽ ആലമിൽ ഉൽവിയ്യി വസ്സുഫ്ലി, ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ക്രിയ വിക്രയം ചെയ്യാനും അല്ലാഹു സമ്മതം കൊടുത്തു.
വക്കതൽ ഔലിയാഹു വശുഅദാ, ഇപ്രകാരം തന്നെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവും ശുഹദാവും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, ഫനബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു ഐസു യശാഉ ഫി അഖ്താരിൽ അർദ്, ഭൂലോകത്തെ എവിടെയും നബി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. വയതസറഫു ഫിൽ ആലമിൽ ഉൽവി വസുഫി, ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടേണ്ട വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് അതിന് വേണ്ടതായ ക്രിയവിക്രയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മളെ വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ വിശ്വാസമാണ്. മഹാന്മാരാവുന്ന അപ്പം മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ മരണത്തിൻ്റെ ശേഷം അവർക്കുള്ള ക്രിയവിക്രയങ്ങൾ അത് വളരെ ശക്തമായിരിക്കും. ഇപ്പം മിഅ്റാജിൻ്റെ രാത്രിയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രിയവിക്രയം ചെയ്തു. ആകാശലോകത്തിൻ്റെ അധികാരങ്ങളൊക്കെ മൂപ്പരെ കയ്യിലായിരുന്നു. അപ്പം മറ്റുള്ള അമ്പിയാക്കന്മാരൊന്നും അതിൽ ഇടപെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്നതായ ആ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് പ്രത്യേകമായി ആ നൽകിയ ഹദിയനെ സംബന്ധിച്ച് ചോദിച്ചു, എന്താണ് അത് 50 വക്താണെന്നോ. എന്നാലും മൂസ നബി അത് ചുരുക്കാൻ വേണ്ടി പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അമ്പിയാക്കന്മാർക്കുള്ള ഈ ക്രിയവിക്രയങ്ങൾ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കുള്ള ഈ ക്രിയവിക്രയങ്ങൾ അത് അവരുടെ മരണകാലത്ത് മാത്രം, ഹയാത്ത് കാലത്ത് മാത്രം, ഹയാത്തുള്ള കാലത്തിനേക്കാൾ ശക്തമായ നിലക്ക് അവർ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ അറിയാം, ഈ സംഘടനയുടെ ഏത് പ്രവർത്തനങ്ങളും, ഇതിനോട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ആ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടി ഇതിൻ്റെ പ്രവർത്തകർ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായ രൂപത്തിൽ വിജയിച്ചതായ ചരിത്രം മാത്രമേ ഉള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതായ ഒരു സംഘടനയാവുമ്പോൾ ആ സംഘടനക്കുള്ളതായ അതിൻ്റെ പ്രവർത്തന മേഖലയിൽ എന്തെല്ലാം പ്രതിരോധങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായ സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കും, യാതൊരു സംശയവും. അപ്പം അതാണ് സമസ്ത കേരള ജമീഅത്ത് ഈ മഹത്താവുന്നതായ അതിൻ്റെ പോഷക സംഘടനകളിൽപ്പെട്ടതായ ഒരു സംഘടനയാണ് SKSF. ഇപ്പോൾ SKSF SBB ഒക്കെ ഉണ്ടായപ്പോൾ അതിനെയും ആക്ഷേപിക്കുന്ന ചിലരുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ട് വളർന്നു വരുമ്പോൾ തന്നെ SBBക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ ഇപ്പോൾ എവിടുക്ക കൊണ്ടോട്ടി കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവരെ വിശുദ്ധമാവുന്ന ഈ ദീനിലേക്കല്ലേ അവരെ ആകർഷിപ്പിക്കേണ്ടത്. ആ ദീനിൻ്റെ സ്വഭാവങ്ങളല്ലേ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർ ദീനീ സ്വഭാവത്തിൽ അവർ വളർന്നു വരണം. അവർ ഇവിടെ വിഘടനവാദികളോ ഭീകരവാദികളോ അല്ലെങ്കിൽ തീവ്രത സ്വഭാവമുള്ളവരോ ആവാൻ പാടുള്ളതല്ല. ഈ കേരളത്തിലുള്ളതായ ഈ മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, ഈ കേരളത്തിൽ വന്ന സർവ്വ ഔലിയാക്കന്മാരും ശ്രമിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളിൽ നിന്നുള്ളൊരു പ്രധാന ലക്ഷ്യം കൂടിയാണത്. ഈ രാജ്യത്തുള്ള ഈ മതസൗഹാർദ്ദം ഖിയാമത്ത് നാൾ വരെ അത് ഇവിടെ നിലനിൽക്കണം. അത് ഇവിടുത്തെ എല്ലാ മതങ്ങളും ഇവിടെ വളർന്ന് വികസിക്കണം എന്നുണ്ടെങ്കിൽ ആ നിലക്ക് മതസൗഹാർദ്ദം നിലനിർത്താലേ സാധ്യമാവും. അല്ലാതെ ഒരു മതത്തിനെ അടിച്ചമർത്തി കൊണ്ടിട്ട് മറ്റൊരു മതത്തിനിക്ക് ഈ ഇന്ത്യ പോലുള്ളതായ രാജ്യത്തിൽ വിജയിക്കാമെന്ന് ആരും മോഹിക്കണ്ട. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം തന്നെ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ ബിദ്ഈ പ്രസ്ഥാനങ്ങളാണ്. ആ ബിദ്ഈ പ്രസ്ഥാനങ്ങളിലെ പിടുത്തത്തിൽ നിന്നും ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക. ആ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ മഹത്താവുന്ന ദൗത്യവും കൂടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ നവോത്ഥാനത്തിൻ്റെ നായകരാരാന്ന് ചോദിച്ചാൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ്. അല്ലാതെ ഇവിടുത്തെ വഹാബി പ്രസ്ഥാനങ്ങളല്ല. അവരിവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പാടുണ്ടാക്കിയത്, നവോത്ഥാനമല്ല അവരിവിടെ ഉണ്ടാക്കിയത്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയല്ല അവരിവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ നവോത്ഥാനമല്ല ഉണ്ടാക്കിയത്, അവരിവിടെ ഭിന്നിപ്പാടുണ്ടാക്കിയത്. അങ്ങനെ ഇവിടെ സർവ്വ ബിദ്ഈ പ്രസ്ഥാനങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതൊക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ നവോത്ഥാനമല്ല അവരുണ്ടാക്കി തീർത്തത്, അവർ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പാടുണ്ടാക്കി തീർത്തത്. അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതായ ഒരു സ്വഭാവം അത് ഉണ്ടാവാൻ പാടുള്ളതല്ല. മുസ്ലിങ്ങൾ അവർക്കുള്ളതായ വിശുദ്ധമാവുന്നതായ ആ ശരീഅത്ത് അത് വളരെ വ്യക്തമായതാണ്.
അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ കൈകാര്യം ചെയ്യുന്നതും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനിക്ക് പഠിപ്പിച്ചു കൊടുത്ത് സഹാബത്ത് അവർക്കുള്ളതായ ശിഷ്യന്മാരാവുന്ന താബിഈങ്ങൾ അങ്ങനെ മഹാന്മാരാവുന്ന മശായിഖന്മാരിൽ മുഖേന നമുക്ക് കിട്ടിയതാണ്. ഇത് വളരെ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് ഇതിൻ്റെ നയങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു അവസ്ഥ ഖിയാമത്ത് നാൾ വരെ അതിനവിടെ സംരക്ഷിച്ചു കൊണ്ടുപോകണം. ഇതിനു വേണ്ടിയാണ് ഈ വിശുദ്ധമാവുന്നതായ ഈ നയം. ഇതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ നിയമപാലകർക്കറിയാം, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളോ അതിൻ്റെ സമ്മേളനങ്ങളോ ആരെങ്കിലും അതിന് ഏതെങ്കിലും നിലക്കുള്ളതായ കൊള്ളിവെക്കാൻ ശ്രമിച്ചാൽ അവരുടെ ഭാഗത്തിൽ നിന്നും അതിന് വേണ്ടതായ സപ്പോർട്ടോ അതിന് വേണ്ടതായ അനുമതിയോ ഒരിക്കലും കിട്ടിയിട്ടില്ല, ഇനി കൂടുതൽ കിട്ടുകയില്ല. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവില്ല. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് അവർക്കറിയാം അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ ഏതൊരു മഹല്ലത്തിൽ പോയി നോക്ക്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതെങ്കിലും ഒരു ശിഥിലീകരണ പ്രവർത്തനത്തിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ മുന്നിട്ടുണ്ടോ? ഒരു മഹലിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തെങ്കിലും നിലക്കുള്ളതായ ഒരു ശിഥിലീകരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ പ്രവർത്തകരും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കേണ്ട ആവശ്യമില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക്. ഇവിടുത്തെ 99.3% മഹല്ലത്തുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതായ ആളുകളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ശിഥിലീകരണമൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗത്ത് നിന്ന് ശിഥിലീകരണം എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശിഥിലീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും ഇവിടെ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും പ്രവർത്തകർ ശിഥിലീകരണത്തിന് വേണ്ടി ശ്രമിച്ചാൽ തന്നെ അവരോടുള്ള ഉപദേശം ആ പണിക്ക് നിങ്ങൾ പോകരുത് എന്നാണ്. ഇവിടെ ഒരു നിലക്കുള്ളതായ ഫിത്തനയും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഈ പ്രദേശം ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുകയും ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കുള്ള ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന 99.3% ആളുകളുള്ള പ്രദേശമാണിത് നാദാപുരം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കയ്യിലേറ്റിയ അതിന് നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ടിട്ട് അതിനെ പ്രത്യേകമായി നെഞ്ചിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചതായ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് SKSF-ൻ്റെ ഈ സമ്മേളനം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നടത്തണമെന്ന് തീരുമാനിച്ചത്. കാരണം ഇവിടുത്തതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുയായികൾ, അതിൻ്റെ അനുഭാവികൾ, അതിൻ്റെ പ്രവർത്തകർ, അവർക്കുള്ളതായ ഒരു പ്രത്യേകമാവുന്നൊരു സമ്മാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSF ഈ സമ്മേളനം ഇവിടെ നടത്തിക്കൊണ്ടിട്ട് അവർക്കൊരു സമ്മാനം കൊടുത്തിരിക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും ആളുകളെ എതിർക്കാൻ വേണ്ടിയല്ല. എതിർക്കേണ്ടി വന്നാൽ ആര് എതിർക്കും? ആര് എതിർക്കൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. എല്ലാവരും എതിർത്തിട്ടുണ്ട്, എല്ലാ കൊമ്പന്മാരും എതിർത്തിട്ടുണ്ട്, അത് എന്നും എതിർക്കുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ അതൊന്നും നമ്മൾ എതിർക്കേണ്ടതായ ഒരു പാർട്ടികളല്ല, അതൊന്നൊരു വലിയ പാർട്ടികളാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ അപശബ്ദങ്ങൾക്കൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ അതിൻ്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാരോ ഒരിക്കലും അത് മറുപടി പറയാനോ, അതിനെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ചികിത്സിച്ചിരുന്നു, അത് അറിയണതായ ആളുകൾ അങ്ങനെ ചികിത്സിച്ചിട്ടുണ്ട്. ആ ചികിത്സയൊക്കെ അംഗീകരിക്കപ്പെട്ട ചികിത്സ തന്നെയാണ്. പക്ഷെ അതിൻ്റെ മറവിലായും കൊണ്ടിട്ട് വ്യാജന്മാർ ഇവിടെ പ്രചരിപ്പിക്കുക ഒരുപാട് ഇവിടെ വിലസുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും പല നിലക്കുള്ളതായ പ്രയാസങ്ങളുണ്ടാവും. ഈ പ്രയാസങ്ങളുണ്ടാവുമ്പോൾ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല സ്ഥലത്തും നമ്മൾ പല വാതിലും മുട്ടും. അത് മുട്ടുമ്പോൾ മുട്ടപ്പെടേണ്ടതായ വാതിലിനല്ല മുട്ടിയത് നോക്കുക, എന്നാൽ അപകടങ്ങളൊക്കെ സംഭവിച്ചു പോകും. ഇതിവിടുത്തെ വേജന്മാരെ സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുമ്പ് തന്നെ വേജ തരീഖത്തുകളെ സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പലർക്കും മുന്നറിയിപ്പ് നൽകിയില്ലേ? ഇവിടെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ ഇവിടെ വേജ തരീഖത്തുകൾ വരുമ്പോഴോ വേജ ഷെയ്ഖന്മാർ വരുമ്പോഴോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശ്രദ്ധയിൽ അത് പെട്ടുകഴിഞ്ഞാൽ അതിലുള്ളതായ തകരാറുകൾ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല പ്രാവശ്യവും ഇവിടെ നൂറിഷാ തരീഖത്ത് വന്നു. ആ നൂറിഷാ തരീഖത്ത് അത് എതിർക്കപ്പെടേണ്ട തരീഖത്തായതുകൊണ്ട് അതിനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർത്തു. ഇവിടെ ആലുവ തരീഖത്ത് അതിൻ്റെ വിശ്വാസങ്ങൾക്ക് ചില തകരാറുകളൊക്കെ അതിൻ്റെ പുസ്തകങ്ങളും മറ്റും വായിച്ചു നോക്കുമ്പോൾ അതിൽ കാണാൻ സാധിച്ചു. അപ്പോൾ അതിനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർത്തു. ഇവിടെ കുരു തരീഖത്ത്, അതുപോലെ തന്നെ ചോറ്റൂർ തരീഖത്ത്, ഇങ്ങനെ പല പേരിൽ പല വ്യാജന്മാരും ഇവിടെ ഇറങ്ങി. അതുകൊണ്ട് യഥാർത്ഥ തരീഖത്തുകളെ എതിർക്കാൻ പാടില്ല.
യഥാർത്ഥ തരീഖത്തുകൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ആ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ നേതൃത്വം നൽകണേ. അവർ വിശുദ്ധമാവുന്നതായ തരീഖത്ത്, അവരുടെ ആ തരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ശരീഅത്തല്ലാത്ത മറ്റൊന്നല്ല. അങ്ങനത്തെ ഒരു ധാരണ നമുക്ക് വന്നിക്കണം. തരീഖത്തൊന്ന് വേറെ, ശരീഅത്തൊന്ന് വേറെയാണ്. ആ തരീഖത്ത് എന്നുള്ളതും ശരീഅത്ത് എന്നുള്ളതും അത് രണ്ടും മുത്തലാസിമാനിയാണ്. പരസ്പരം അങ്ങും ഇങ്ങും ബന്ധമുള്ള പൂരകങ്ങളാണ് രണ്ടും. മഹാനാവുന്ന മുഹ്ദി റിഫായി ഷേഖ് തങ്ങൾ പറഞ്ഞതുപോലെ ലാ തഖൂലു കമാ യഖൂലു ബഅദു ആദിഹിൽ മുതസവ്വിഫ. ഈ സൂഫിയാക്കളാണെന്ന് അഭിനയിക്കുന്ന ചില ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത്. നഹ്നു അഹ്ലുൽ ബാത്തിൻ, ഞങ്ങൾ ബാത്തിൻ്റെ അഹ്ലുകാരാണ്. വഅൻതും അഹ്ലുൽ ലാഹിർ, നിങ്ങൾ ലാഹിറിൻ്റെ അഹ്ലുകാരാണ് എന്ന ഈ പ്രയോഗം ശരിയല്ല എന്നാ. ലാഹിർ ബാത്തിൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരവർക്കുള്ള ഹൃദയത്തിൽ അവർ വിശുദ്ധമാക്കി കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ പ്രത്യേകമാവുന്ന അള്ളാഹുവിൻ്റെ നൂറ് അവരെ ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങും. ആ നൂറ് ഉപയോഗിച്ച് കൊണ്ടിട്ട് അവർക്ക് ലോകത്തുള്ള പലതും ചിലപ്പോൾ കാണാൻ അവർക്ക് കഴിയും. മഹാനാവുന്ന ഇമാം തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി മോശമാവുന്നതായ സർവ്വ സംഗതികളെ തൊട്ടും അവൻ ഒഴിഞ്ഞു നിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ താഴത്തിലായും കൊണ്ട് അവൻ ജീവിച്ചു. ഹലാലാവുന്നതായ ഭക്ഷണം അവൻ കഴിച്ചു. അങ്ങനെ വന്നാൽ ഫമാ യഖഉ ബസറുഹു അലാ സാഫിൻ ഔ ഖദരിൻ ഇല്ലാ അറഫഹു. ഒരു മോശമായ സംഗതി കണ്ടാൽ അത് മോശമാണെന്നും ഒരു നല്ല സംഗതി കണ്ടാൽ ഇത് നല്ലതാണെന്നും ഓരോ സംഗതിയിലേക്കും നോക്കിക്കൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ. ഒരു ചായ കൊണ്ടുപോയി കൊടുത്താൽ ഈ ചായ ഹറാമായ ചായയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. കാരണം ആ ചായനെ സംബന്ധിച്ചുള്ള വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചായയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രേഖ നോക്കിക്കൊണ്ടിട്ട് അവനക്ക് പറയാൻ കഴിയും ഈ ചായ പറ്റാത്ത ചായയാണ്, എനിക്ക് ഈ ചായ വേണ്ടാന്ന്. പല മഹാന്മാരും അങ്ങനെയല്ലേ, അവർക്ക് വല്ല സാധനം കൊണ്ടേ കൊടുത്തത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ആ സാധനത്തിനെ സംബന്ധിച്ചുള്ളതായ വിവരം ആ സാധനത്തിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ഫമിൻഹും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ വലാ യദ്രി മാ ഹുവ അസ്ലുഹു. സാധനം കാണിച്ചു കൊടുത്താൽ ഇത് മോശമാണെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷേ വലാ യദ്രി മാ ഹുവ അസ്ലുഹു, ഇത് മോശമാവാനുള്ള കാരണം എന്താണെന്ന് ചായ കൊണ്ടേ കൊടുത്താൽ ഇത് ഹറാമായ ചായയാണെന്ന് മനസ്സിലാവും. ഹറാമാവാനുള്ള കാരണം എന്താ? ഈ കട്ടുകൊടുന്ന വെള്ളമാണോ, അതല്ലെങ്കിൽ പാല് കട്ടുകൊടുത്തതാണോ, അതല്ലെങ്കിൽ ഇതിൻ്റെ പഞ്ചസാര കട്ടുകൊടുത്തതാണോ, അല്ലെങ്കിൽ വല്ല പരീക്ഷയിൽ കൂടി സമ്പാദിച്ചതായ പൈസ കൊണ്ടിട്ടാണോ ഇനി ഇതുണ്ടാക്കിയത്, അതല്ല മറ്റുള്ള ഹറാമായ നിലക്ക് സമ്പാദിച്ചുകൊണ്ടാണോ ഉണ്ടാക്കിയത്? അത് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയൂല. കാരണം സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത്, അവർക്കുള്ളതായ പദവികൾ ഒരേ പദവിയാവില്ല. പലരും പല തരത്തിലുള്ള പദവികളായിരിക്കും. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെപ്പോൾ തന്നെ പദവികൾ അവർക്ക് വ്യത്യാസം ഉണ്ടാവും. ഉയർന്ന പദവിയിലെത്തിയ ആളുകളാണെങ്കിലോ വമിൻഹും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ വയദ്രി മാ ഹുവ അസ്ലുഹു. ചായ കൊണ്ടുപോയി കൊടുത്താൽ ഈ ചായ ഇത് നല്ല ചായയല്ല, ഇത് മോശമായ ചായയാണ്, ഇത് ഹറാമായ ചായയാണെന്ന് അവർക്ക് മനസ്സിലാവും. ഈ ചായ ഹറാമാവാനുള്ളതായ കാരണം എന്താണ് അതും അവർക്ക് മനസ്സിലാവും. ഇതാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരാവുന്നതായ അല്ലാഹുവിൻ്റെ മലായിക്കത്ത്, ആ മലായിക്കത്തിൽ നിന്നുള്ളതായ പ്രത്യേകമാവുന്നതായ ആ തൗസീറാത്ത് മലായിക്കത്ത് അവരെ കൂടെ വന്നുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള സംഗതിയിൽ ഇടപെട്ടും കൊണ്ടിട്ട് വേണ്ടത് ചെയ്തു കൊടുക്കും. ഏതുപോലെ കമാ അന്ന ശയാത്തീന ലയുഹൂൻ ഇലാ ഔലിയാഇഹിം, ശൈത്താൻ അവരോട് ബന്ധപ്പെട്ടവർക്ക് ശൈത്താൻ എന്ത് ചെയ്യും? അവർ വിഷയങ്ങൾ കൈമാറുന്നത് പോലെ. അപ്പോൾ ഏതെങ്കിലും ഒരു അത്ഭുതങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ്റെന്ന് കണ്ടാൽ അല്ലെങ്കിൽ പറയപ്പെട്ടാൽ അവൻ വലിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായ മാനദണ്ഡം അത്ഭുതങ്ങളല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്ഭുതങ്ങൾ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാവും. പക്ഷേ അത്ഭുതങ്ങളെ കൊണ്ടല്ല അവരെ വിലായത്തിനെ അളക്കേണ്ടതായ മാനദണ്ഡം. വിലായത്തിനെ അളക്കേണ്ടതായ മാനദണ്ഡം എന്താ? അവനക്ക് ദവാമു തൗഫീഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്കുള്ളതായ തൗഫീഖിനെ സർവ്വസമയത്തും അല്ലാഹു അവനക്ക് തൗഫീഖ് കൊടുക്കുക. അള്ളാഹുവിൻ്റെ സർവ്വ താഴത്തുകൾക്ക് വഴിപ്പെടാനും അള്ളാഹു നിരോധിച്ചതായ സർവ്വസംഗതികളെ തൊട്ട് ഒഴിഞ്ഞിക്കാനുള്ളതായ ഒരു തൗഫീഖ്, അതാണ് ഇസ്തിഖാമത്ത്. ഈ അവസ്ഥ അവനിക്കുണ്ടോന്ന ഫൈനൽ കുമ്മല മിനൽ ഔലിയായി യഖാഫൂന ദുഹൂറൽ കറാമത്തി അലാ ഐദീഹിം. മഹാന്മാരാവുന്ന വലിയ ഔലിയാക്കന്മാർ
എന്തെങ്കിലും നിലക്കുള്ളതായ കറാമത്തുകൾ അവർ മുഖേന വെളിപ്പെട്ടാൽ അവർക്ക് പേടിയായിരുന്നു, ഇത് എന്താണോ, ഇത് അല്ലാഹുവിൻ്റെ നിന്നുള്ളതായ ഒരു ഇസ്തിദ്റാജാണോ എന്ന്. അപ്പം മഹാന്മാർ കറാമത്തുകൾ വെളിപ്പെട്ടാൽ തന്നെ അത് രഹസ്യമാക്കി വെക്കുന്നതായ സ്വഭാവമായിരുന്നു പലർക്കും ഉണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ പലരും പരസ്യമാക്കിയിട്ടുണ്ടാവും, അത് വിശുദ്ധമാവുന്ന ദീനിന് ആവശ്യമുണ്ടായത് കൊണ്ടിട്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു അത് അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലാത്തവരിന്നുണ്ടാവാം. മഹാനാവുന്ന ഇബ്നു അറബി തങ്ങളെ കാലഘട്ടത്തിൽ ഒരു തപസ്സിരുന്ന് പ്രത്യേകമാവുന്ന പരിജ്ഞാനം നേടിയതായ ഒരാൾ, അയാൾ ആകാശത്ത് കൂടെ ഇങ്ങനെ പറഞ്ഞു. ആകാശത്ത് കൂടെ പറക്കാനെ ആ പറക്കേണ്ടതായ വിമാനോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊന്നും ഇല്ലാതെ പറഞ്ഞു. അപ്പം ഇബ്നു അറബി തങ്ങളോട് വന്നുകൊണ്ട് ആരോ പറഞ്ഞു, കണ്ടില്ല അയാൾ പറക്കൽ കണ്ടില്ല നിങ്ങൾ, അപ്പം നിങ്ങളും അങ്ങനെ പറഞ്ഞാൽ നിങ്ങളും അയാളും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? മൂപ്പര് പറഞ്ഞു, വ്യത്യാസം ഞാൻ കാണിച്ചു തരാം, അവനെ ഞാനിപ്പോൾ തള്ളിയിട്ട് തരാൻ തന്നെ. മൂപ്പര് ചെരുപ്പോട്ട് എറിഞ്ഞു പോകുമ്പോൾ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞപ്പോഴോ അവനെ തള്ളിയിടാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കറാമത്തുകൾ എന്ന് പറയുന്ന അത്ഭുതങ്ങളുണ്ടായി എന്ന് പറയുന്നവൻ്റെ പിന്നിൽ കൂടി കൂടുകയല്ല വേണ്ടത്. അവനിൽ നിന്നുള്ളതായ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ അത് യഥാർത്ഥ വലിയിൽ നിന്നുള്ളതായ അത്ഭുതങ്ങളാണോ അല്ലേ, ഇവൻ യഥാർത്ഥ വലിയാണോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. യഥാർത്ഥ വലിയാണെങ്കിൽ വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ ഒരു ഹർഫിനിക്കും അതിൻ്റെ ഒരു പുള്ളിക്കും വ്യത്യാസമില്ലാത്ത നിൽക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതായ സംഗതികളെ ഓരോ സമയത്തും ശ്രദ്ധിച്ചുകൊണ്ടിട്ട്, ഓരോ അവസ്ഥയിലും ശ്രദ്ധിക്കപ്പെടേണ്ടതായ സംഗതികൾ, നടക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട സംഗതികളുണ്ട്, ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട സംഗതികളുണ്ട്. അതാണുള്ള തരീഖത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കാം. അപ്പം മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായ സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യിപ്പിക്കണം. അവന് ദിക്ർ ചൊല്ലൽ സുന്നത്തായ സമയത്തൊക്കെ അവനെ കൊണ്ട് ദിക്ർ ചൊല്ലിപ്പിക്കണം. അവൻ്റെ ഹൃദയത്തിലുണ്ടാവുന്നതായ സർവ്വ കറകളെയും കളഞ്ഞ് വിശുദ്ധമാക്കണം. അവൻ്റെ ശരീരത്തിൽ അവൻ തെറ്റുകൾ ചെയ്യുമ്പോൾ ഓരോ കറകൾ ശരീരത്തിൽ വന്നുകൂടുന്ന, നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെതായ ഒരു കറ നമ്മുടെ ശരീരത്തിൽ വരും. ആ കറനെ കളഞ്ഞ് ശുദ്ധിയാക്കി തരാൻ കഴിയണം. ആ കളഞ്ഞ് ശുദ്ധിയാക്കലാണ് മഹാന്മാരാവുന്നതായ തരീഖത്തിൻ്റെ മശായിഖന്മാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥ വിലായത്തിനെയും യഥാർത്ഥ ആത്മീയ ചികിത്സയൊക്കെ എതിർക്കപ്പെടുന്നതായ ഒരവസ്ഥയിലേക്ക് എത്തിക്കണതായ സ്വഭാവം, അത് ഒരിക്കലും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മളിവിടെ ഒരുപാട് വ്യാജന്മാരിവിടെ വന്ന് പല ചികിത്സകളും ചെയ്തിട്ടുണ്ടാവും. അത് വ്യാജനാണോ അല്ലേ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവനുമായി ബന്ധപ്പെടേണ്ടത്. പല തരീഖത്തിൻ്റെ പേരിലോ മറ്റോ പല വലിയ എന്നുള്ള പേരിൽ പലരും ഇവിടെ വിലസുന്നുണ്ടാവും പല ഭാഗങ്ങളിലും. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ പല കള്ളന്മാരെയും കാണാം. അപ്പോൾ അത് അവരിൽ നിന്നിട്ട് എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടായി എന്നായിരിക്കും പ്രചരിപ്പിക്കുക. ആ അത്ഭുതങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ. അത്ഭുതങ്ങൾ വലിയൻ്റെക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാവാൻ വലിയാവണം എന്നില്ല, വലിയൻ്റെക്കുന്ന അത്ഭുതങ്ങൾ ഉണ്ടാവാം. ആ വലിയൻ്റെ അത്ഭുതത്തിനെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയും ഇല്ല. നേരെ മറിച്ച് യഥാർത്ഥ വലിയാണെങ്കിൽ ആ വലിയൻ്റെ മുന്നിൽ ഒരു എന്തെങ്കിലും നിലക്ക് പ്രത്യേകമാവുന്ന റിയാദ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതായ വിദ്യ അഭ്യസിച്ചിട്ടോ ചെയ്യണതായ ഏത് അത്ഭുതങ്ങളാണെങ്കിലും ആ അത്ഭുതങ്ങളെ പരാജയപ്പെടുത്താൻ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് സാധിക്കും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വഴിയിടാൻ പറഞ്ഞു. മൂസ നബി വടിയിട്ടു, അവിടെ അവരും വടിയിട്ടു, പലതും അവരിട്ടു. പക്ഷെ അവരിട്ടതിലൊക്കെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള വടി പിടിച്ചു വിഴുങ്ങി. എന്താ കാരണം? യഥാർത്ഥ മുഅ്ജിസത്തിൻ്റെ മുന്നിൽ മറ്റൊന്നിരിക്കും, ഒരു സാഹിറിൻ്റെ സിഹിറിനിക്കോ അല്ലെങ്കിൽ ഒരു കങ്കട്ടുകാരൻ്റെ കങ്കട്ടിനിക്കോ അല്ലെങ്കിൽ ഒരു ജാലവിദ്യക്കാരൻ്റെ ജാലവിദ്യക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിശീലനങ്ങളെ കൊണ്ട് നേടിയതായ ഏതെങ്കിലും ഒരു അത്ഭുതങ്ങൾക്കോ ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ ഈ നിലക്ക് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ കാണുന്ന എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരൊക്കെ ഇവിടെ ആത്മീയ ചികിത്സക്കാരാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞില്ല. ആത്മീയ ചികിത്സ എന്നത് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിച്ചതാണ്. ആ നിലക്കുള്ള ആത്മീയ ചികിത്സകൾ ഇവിടെ നടക്കണം. അത് ചികിത്സൻ്റെ ഒരു ഭാഗമാണ്. മരുന്ന് കുടിക്കണമായിരിക്കും തന്നെയാണ് അതൊന്നും പറയണത്.
പക്ഷേ ആത്മീയ ചികിത്സയുടെ പേരിലായിക്കൊണ്ട് പല കള്ളന്മാരും പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതായ എന്തെങ്കിലും തമ്മാടിത്തരങ്ങളുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിൻ്റെ മേൽ വെച്ച് കെട്ടാൻ പാടുള്ളതല്ല. അത് സുന്നികൾക്കുള്ളതായ ആശയമല്ല, നമ്മളെ വിശ്വാസത്തിൽപ്പെട്ടതുമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് വ്യാജനായും കൊണ്ട് മനസ്സിലാക്കി, ശരിയായതിനെ ശരിയായും കൊണ്ട് മനസ്സിലാക്കി, അത് രണ്ടിൻ്റെ ഇടയിലുള്ളതായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി തന്നും കൊണ്ടിട്ട് ഈ മുസ്ലിം ഉമ്മത്തിനിക്ക് അവർക്ക് നവോത്ഥാനം ഉണ്ടാക്കി തന്ന ഏക സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ്. മറ്റുള്ളതൊക്കെ പേരിൽ മാത്രമേ നവോത്ഥാനങ്ങളുള്ളൂ. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പോരാ, നവോത്ഥാനം ഉണ്ടാവണം. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? മഹാനാവുന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കാണിച്ചു തന്ന ആ വിശ്വാസങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ചെയ്ത് കാണിച്ച ആ അനുഷ്ഠാനങ്ങളും ആ കർമ്മങ്ങളും, നബി പഠിപ്പിച്ചതായ ആചാരങ്ങൾ, നബി അംഗീകരിച്ചതായ ആചാരങ്ങൾ, അതിനെവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് യഥാർത്ഥ നവോത്ഥാനം എന്നുള്ളത്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടിയതായ എല്ലാവരോടും പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന ഈ ഇലാഹിയാവുന്നതായ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലാണ് നിരക്ക്. ഇതിൻ്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ, നമ്മുടെ മൺമറഞ്ഞുപോയ മഹത്തുക്കളാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാണവർ. അവരൊക്കെ നമ്മളെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ളവരാണ്. അങ്ങനത്തെ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ പടുത്തുയർത്തിയതായ ഈ മഹത്താവുന്നതായ ഈ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, ഈ സംഘടനൻ്റെ പ്രചാരകരാവുക, ഈ സംഘടനൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുക. ഈ സംഘടനകൾക്കുള്ളതായ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ വളർത്താനും ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇവിടെ ഓരോ വിഭാഗത്തിൽപ്പെട്ടതായ ആളുകൾക്കും, കുട്ടികൾക്ക് ആവശ്യമായ സംഘടന, ആ ചെറിയ കുട്ടികൾക്ക് ആവശ്യമായ, വലിയ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ, യുവാക്കൾക്ക് അവർക്ക് ആവശ്യമായ ഏത് മേഖലയിലുള്ളതായ ആളുകളും ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന്. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾക്കുള്ള ഈ വൃത്തം, ആ വൃത്തത്തിൽ നിന്ന് ആരും പുറത്തു പോകാൻ പാടില്ല. ആ നിലക്ക് മുസ്ലിം ഉമ്മത്തിലേക്കുള്ള വിശ്വാസവും അവരെ അനുഷ്ഠാനവും അവരെ ആചാരങ്ങളൊക്കെ പൂർണ്ണമായ നിലക്ക് അതിനെ സംരക്ഷിക്കുന്നതായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതൊരു ഇലാഹിയായ പ്രസ്ഥാനമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാളുകളോട് ദീനിയായ വൈരാഗ്യം അല്ലാതെ മറ്റൊരു നിലക്കുള്ളതായ വൈരാഗ്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഏത് സംഘടനകളോടും നമ്മൾ സൗഹാർദ്ദത്തിലും സൗഹൃദത്തിലൊക്കെയാണ് നമ്മൾ കഴിയണത്. അത് ഖിയാമത്ത് നാൾ വരെ ആ സ്വഭാവം ഇവിടെ നിലനിൽക്കുകയും വേണം. നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ ഇതുപോലുള്ളതായ SPBയിലേക്കോ അല്ലെങ്കിൽ SKSFിലേക്കൊക്കെ ആ കുട്ടികളെ നമ്മൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഈ വഴന്നു നടക്കുന്ന കുട്ടികൾ മുഴുവൻ അവർ വല്ല ഭീകരവാദികളോ അല്ലെങ്കിൽ തീവ്രവാദികളോ മറ്റേതെങ്കിലും മോശമാവുന്ന പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെടുന്നവരോ ആയിരിക്കും. അപ്പം ആ നിലക്ക് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കുക എന്ന് പറഞ്ഞ ഈ ഒരു നല്ല പ്രവൃത്തിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആശയങ്ങൾ അതാണ്. ഇത് ഏറ്റവും വിലപ്പെട്ടതായ ആശയങ്ങളും വിലപ്പെട്ടതായ നയങ്ങളും വളരെ തുറന്നതായ പുസ്തകവുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സർവസ്വവും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ മഹത്തുക്കളാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയ അവർക്കുള്ളതായ ശക്തമാവുന്ന സഹായമുണ്ട്. ആ സഹായമുണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ തീരുമാനങ്ങളും ഇതിൻ്റെ ഫത്വകളൊന്നും ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാത്തതിൽക്ക് അത് ജനങ്ങൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് ആർക്കും ഒരു നിലക്കുള്ളതായ ചോദ്യം ചെയ്യപ്പെടലിനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു പരിവർത്തനത്തിലേക്ക് വിധേയമാക്കേണ്ടതായ ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ അവസ്ഥ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതെങ്കിലും നിലക്കുള്ളതായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഫത്വകളോ എന്ത് ഫത്വകൾ നമ്മൾ പറയുമ്പോഴും ആ ഫത്വകളൊക്കെ എപ്പോഴും അത് ശരിയായ റൂട്ടിൽ കൂടി മാത്രമേ പോയിട്ടുള്ളൂ. കാരണം നമുക്കറിയാം അതിൻ്റെ പിന്നിൽ നമ്മളെ മഹാന്മാരാവുന്നതായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രമാത്രം വിശുദ്ധമായ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. ഒന്നുകൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ തിരുനാമത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.